AI-യുടെ ഒരു കാലമാണല്ലോ. എല്ലാ ഫീൽഡിലും AI കടന്ന് കയറി. അപ്പോൾ ഡോക്ടറിൻ്റെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ ഇൻഡസ്ട്രിയിൽ ഡോക്ടറിന് AI കൊണ്ട് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്, ഡോക്ടർ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫീൽഡിൽ ആസ് സച്ച് ഈ പറഞ്ഞൊരു പതുക്കെ അത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല മേഖലകളിൽ എത്തി. അതിൻ്റെ ഒരു ഏർലി സ്റ്റേജസ്, അതിൻ്റെ റിപ്പോർട്ട്സ് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഡയഗ്നോസിസിൽ എത്തിപ്പെടാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ അകത്ത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. റേഡിയോളജി പോലുള്ള സ്പെഷ്യാലിറ്റി, ഇപ്പോൾ നമ്മൾ സ്കാൻ ഇടുക, ഇന്ന സിംറ്റംസ് ആണ്, ഒരു അതിനകത്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് പോസിബിൾ എന്തായിരിക്കും ഡയഗ്നോസിസ്. അപ്പോൾ ആ ഒരു ആൽഗോറിതം വഴി അവർക്കൊരു ഇതിലോട്ട് വരാനുള്ളൊരു, കാരണം ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനോ കാര്യങ്ങളോ ഇത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ക്ലിനിക്കൽ അക്യുമെൻ, നമ്മുടെ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ആൽഗോറിതംസ്, ഒരു ഡയഗ്നോസിസിൽ എത്തിപ്പെടാൻ അങ്ങനെ കുറച്ച് ഏരിയാസിൽ അതിന് ആസ് ഓഫ് നൗ റോളുണ്ട്. പക്ഷേ അത് നമ്മൾ ഒത്തിരി അധികം ഡേറ്റ അതിനകത്ത് ഫീഡ് ചെയ്യണം. എന്നിട്ട് ആ ഇത്രയും ഡേറ്റ അനലൈസ് ചെയ്തിട്ടാണ് അത് ഈ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്.